നമ്മളെല്ലാവരും യാത്ര ചെയ്യാറുണ്ടല്ലേ? കുടുംബത്തോടൊപ്പം ദീർഘദൂര യാത്രകൾ ചെയ്യുന്നവരാണ് നമ്മൾ കൂടെയുള്ള എല്ലാവരും തന്നെ. അപ്പോൾ നമ്മൾ കുഴപ്പിക്കുന്ന ഒരു കാര്യത്തിനുള്ള ചെറിയ പരിഹാരം അതുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ യാത്ര പോകുമ്പോൾ ഒത്തിരി ഡ്രസ്സസ് നമ്മൾ കൊണ്ടുപോകാറുണ്ട് കയ്യിലല്ലേ? കുട്ടികളെല്ലാവരും അമ്മയും അപ്പനും എല്ലാവരും അങ്ങോട്ട് പോകുമ്പം ഇഷ്ടപ്പെട്ട തുണികളെല്ലാം പാക്ക് ചെയ്യും. അവിടെ ചെന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാ പ്ലാൻസ് ഒക്കെ റെഡിയാക്കി ഇഷ്ടം പോലെ ഡ്രസ്സസ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് പോകും. എന്നാൽ ആ ട്രിപ്പിൻ്റെ എൻഡിങ്ങിൽ തിരിച്ചു വരാൻ നേരത്ത് അങ്ങോട്ട് കൊണ്ടുപോയ ബാഗിനേക്കാളും എക്സ്ട്രാ ഒരു 3 ബാഗ് എടുത്താൽ തീരാത്ത അത്രയും തുണികൾ നമ്മുടെ കാണും. നമ്മൾ ആലോചിക്കും, ദൈവമേ ഇത്രയും തുണി ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കും. എസ്പെഷ്യലി അമ്മമാരാണ് ഈ പ്രശ്നത്തിൽ കുഴങ്ങി പോകുന്നത് അല്ലേ? അപ്പം ഒരു ചെറിയ പരിഹാരമുണ്ട്. എന്താ അറിയോ? നമ്മുടെ വാർഡ്രോബിനകത്ത് കുറേ നാളായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന കുറച്ച് ഡ്രസ്സസ് കാണും. 6-7 മാസത്തിൽ കൂടുതലായി നമ്മൾ എടുക്കാതിരിക്കുന്ന കുറച്ച് ഡ്രസ്സസ്. നമ്മൾ പല സമയത്ത് പിന്നെ ഇടാന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ ഒത്തിരി ഇട്ടു എല്ലാവരും കണ്ടു ഇനി ഇടണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന മൂലയ്ക്ക് കൂട്ടി വെച്ചിരിക്കുന്ന കുറച്ച് ഡ്രസ്സസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി ചെറുതായി, എന്നാൽ അത്ര ചെറുതായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെയുള്ള അങ്ങനെ ഇരിക്കുന്ന എല്ലാവർക്കും അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ കാണും കുറേ ഡ്രസ്സസ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സസ് വെയർ ചെയ്യാം. അവിടെ ചെന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്ന നല്ല ഡ്രസ്സസ് നമുക്ക് വെയർ ചെയ്യാം. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യും? കളഞ്ഞേക്കുക. അവിടെയുള്ള ക്ലോത്ത് ബിൻസ് ഉണ്ടായിരിക്കുമല്ലോ, അങ്ങ് കളഞ്ഞേക്കുക. അപ്പം നമ്മുടെ വാർഡ്രോബിൻ്റെ വെയിറ്റും കുറയും, നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റും കുറയും, വാർഡ്രോബ് നമ്മളെ താങ്ക് ചെയ്യുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു ഹാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ വരുന്ന ഡ്രസ്സസ് ഡെഫിനറ്റ്ലി നമ്മൾ ഡൊണേറ്റ് ചെയ്യും. അല്ലാത്തതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇപ്പോൾ ഡൊണേറ്റ് ചെയ്യാതെ നമ്മളിങ്ങനെ മൂലയ്ക്ക് കൂട്ടി വെച്ചിരിക്കുന്ന പിന്നിടാം എന്നാൽ ഒരിക്കലും ഇടത്തുമില്ല. അങ്ങനെ വെച്ചിരിക്കുന്ന ക്ലോത്ത്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഹാക്ക് ഒന്ന് ട്രൈ ചെയ്യുക. ബെനിഫിഷ്യൽ ആണെങ്കിൽ എന്നെ അറിയിക്കുക. ഈ ഹാക്ക് എൻ്റെ സ്വന്തം അല്ല കേട്ടോ. എനിക്ക് ഈ ഹാക്ക് പറഞ്ഞു തന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയ ചേച്ചിയാണ്. പ്രിയ ചേച്ചിയും ലെസി ചേട്ടനുമാണ് ഈ ഹാക്കിൻ്റെ പിന്നിലുള്ള ആൾക്കാർ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കുക. ഹാവ് എ ഗുഡ് ടൈം.